ഹലോ ഫ്രണ്ട്സ്, വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS, BFA, ബീവറേജ് LD പോലുള്ള 10th ലെവൽ എക്സാമുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, റൗലറ്റ് ആക്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട് ആണ്. പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് 1919 പാസാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം. 1919 ബ്രിട്ടീഷ് പാർലമെൻറ്റ് റൗലറ്റ് നിയമം പാസാക്കിയത്. റൗലറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. റൗലറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. റൗലറ്റ് വിരുദ്ധ സമരകാലത്ത് ഗാന്ധിജി രാജ്യമെമ്പാടും ഹർത്താൽ ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് എന്നാണ്? 1919 ഏപ്രിൽ 6 റൗലറ്റ് വിരുദ്ധ സമരകാലത്ത് ഗാന്ധിജി രാജ്യമെമ്പാടും ഹർത്താൽ ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് 1919 ഏപ്രിൽ 6 റൗലറ്റ് നിയമം നടപ്പിലാക്കിയ വൈസ്രോയ് ചെംസ്ഫോർഡ് പ്രഭുവാണ്. റൗലറ്റ് നിയമം പിൻവലിച്ച വൈസ്രോയ് ആരാണ്? റീഡിംഗ് പ്രഭുവാണ്. റൗലറ്റ് നിയമം നടപ്പിലാക്കിയത് ചെംസ്ഫോർഡ് പ്രഭു. റൗലറ്റ് നിയമം പിൻവലിച്ച വൈസ്രോയ് റീഡിംഗ് പ്രഭു. 1922 ബ്രിട്ടീഷുകാർ റൗലറ്റ് നിയമം പിൻവലിച്ചത്. റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നായിട്ട് നോക്കാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. എന്തൊക്കെയാണ് റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ? ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. അമൃത്സറിലെ കശാപ്പുകാരൻ, പഞ്ചാബിൻ്റെ രക്ഷകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? ജനറൽ റെജിനാൾഡ് ഡയർ ആണ്. അമൃത്സറിലെ കശാപ്പുകാരൻ, പഞ്ചാബിൻ്റെ രക്ഷകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? ജനറൽ റെജിനാൾഡ് ഡയർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറാണ് ജനറൽ റെജിനാൾഡ് ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആരാണ്? ജനറൽ റെജിനാൾഡ് ഡയർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബ് ഗവർണർ ആരായിരുന്നു? മൈക്കിൾ ഒ ഡയർ ആണ്. പഞ്ചാബ് ഗവർണർ ആരായിരുന്നു? മൈക്കിൾ ഒ ഡയർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഉദ്ധം സിംഗ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ഉദ്ധം സിംഗ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഹണ്ടർ കമ്മീഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ എ, മഹാത്മാഗാന്ധി. പ്ലാസി യുദ്ധം നടന്നത് ഏത് വർഷമാണ്?
1757 ജൂൺ 23 പ്ലാസി യുദ്ധം നടന്നത്. 1757 ജൂൺ 23 പ്ലാസി യുദ്ധം നടന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ആരൊക്കെയായിരുന്നു? ബ്രിട്ടീഷുകാരും ബംഗാളിലെ ഭരണാധികാരിയായിരുന്ന സിറാജ് ഉദ് ദൗളയുമാണ്. ആരൊക്കെയാണ്? ബ്രിട്ടീഷുകാരും ബംഗാളിലെ ഭരണാധികാരിയായിരുന്ന സിറാജ് ഉദ് ദൗളയുമാണ് പ്ലാസി യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. സിറാജ് ഉദ് ദൗളയെ വഞ്ചിച്ച് ബ്രിട്ടീഷുകാരുടെ പക്ഷം ചേർന്ന അദ്ദേഹത്തിൻ്റെ സൈന്യാധിപൻ ആരായിരുന്നു? മിർജാഫർ ആണ്. സിറാജ് ഉദ് ദൗളയെ വഞ്ചിച്ച് ബ്രിട്ടീഷുകാരുടെ പക്ഷം ചേർന്ന അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനാണ് മിർജാഫർ. ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെട്ടത് മിർജാഫറാണ്. ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് മിർജാഫർ. പ്ലാസി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. റോബർട്ട് ക്ലൈവും സിറാജ് ഉദ് ദൗളയും തമ്മിൽ ഒപ്പുവെച്ച ഒരു സന്ധിയുണ്ട്. ഏതാണ്? അലിനഗർ സന്ധിയാണ്. അലിനഗർ സന്ധി ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ്? റോബർട്ട് ക്ലൈവും സിറാജ് ഉദ് ദൗളയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് അലിനഗർ സന്ധി. പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവം ഏതാണ്? ഇരുട്ടറ ദുരന്തമാണ്. പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ ഇരുട്ടറ ദുരന്തമാണ്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം. എന്നാൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ സഹായിച്ച യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ ബക്സാർ യുദ്ധമാണ്. 1764 ബക്സാർ യുദ്ധം നടന്നത്. ബക്സാർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. പ്ലാസി യുദ്ധം 1757 ബക്സാർ യുദ്ധം നടന്നത് 1764. പ്ലാസി പശ്ചിമ ബംഗാളിലാണ്. ബക്സാർ ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ലാഹോർ. 1929 ലാഹോർ സമ്മേളനത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചത്. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റുവാണ്. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവായിരുന്നു. ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ത്രിവർണ പതാക ആദ്യമായി ഉയർത്തി. 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തുന്നത് ലാഹോർ സമ്മേളനത്തിലാണ്. ലാഹോറിലെ രവി നദിയുടെ തീരത്താണ് ത്രിവർണ പതാക ഉയർത്തിയത്. എവിടെയാണ്? ലാഹോറിലെ രവി നദിയുടെ തീരത്താണ് ത്രിവർണ പതാക ഉയർത്തിയത്. 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാനും ലാഹോർ സമ്മേളനത്തിൽ തീരുമാനിച്ചു. 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി. ആൻസർ ഓപ്ഷൻ ഡി, കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭുവാണ്.
1905 ബംഗാൾ വിഭജനം നടത്തിയത്. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണ്? 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം 1905 ഒക്ടോബർ 16 നിലവിൽ വന്നത്. നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു? മിന്റോ സെക്കൻഡ് ആണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി മിന്റോ സെക്കൻഡ് ആണ്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം എന്നാണ്? 1911. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത്. ആ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ഹർഡിഞ്ച് സെക്കൻഡ് ആണ്. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി മിന്റോ സെക്കൻഡ്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ഹർഡിഞ്ച് സെക്കൻഡ് ആണ്. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയത്തിന് ഉദാഹരണമായിരുന്നു ബംഗാൾ വിഭജനം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയത്തിന് ഉദാഹരണമായിരുന്നു ബംഗാൾ വിഭജനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനം ഏതാണ്? സ്വദേശി പ്രസ്ഥാനമാണ്. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ സി, സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ്. 1925 കാൺപൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷയായിരുന്നു സരോജിനി നായിഡു. INC പ്രസിഡന്റാകുന്ന രണ്ടാമത്തെ വനിതയും ആദ്യത്തെ ഇന്ത്യൻ വനിതയുമാണ് സരോജിനി നായിഡു. INC പ്രസിഡന്റായിരുന്ന വനിതകൾ ആരൊക്കെയാണ്? INC പ്രസിഡന്റായ ആദ്യ വനിത ആനി ബസന്റ് ആണ്. രണ്ടാമത്തെ വനിതയാണ് സരോജിനി നായിഡു. മൂന്നാമത്തെ വനിത നെല്ലിസൺ ഗുപ്ത. നാലാമത് ഇന്ദിരാഗാന്ധി. അഞ്ചാമത് സോണിയാഗാന്ധി. ആരൊക്കെയാണ്? ആനി ബസന്റ്, സരോജിനി നായിഡു, നെല്ലിസൺ ഗുപ്ത, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ആൻസർ ഓപ്ഷൻ സി, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്നത്. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19(1) 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. 19(1) എയിൽ വരുന്നതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. എ അഭിപ്രായ സ്വാതന്ത്ര്യം. ബി എന്താണ്? ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ്. ബി ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. സി സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഡി എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യമാണ്. ഇ ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. പിന്നെ വരുന്നത് ജി ആണ്, മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19(1) 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഏതൊക്കെയാണ്? 19(1) എ അഭിപ്രായ സ്വാതന്ത്ര്യം. ബി ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. സി സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഡി ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇ ഇന്ത്യയിലെവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ജി മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, 44-ാം ഭേദഗതി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. നിലവിൽ സ്വത്തവകാശം നിയമ അവകാശമാണ്. സ്വത്തവകാശം നിലവിൽ മൗലിക അവകാശമല്ല, നിയമ അവകാശമാണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായി ആണ്. മൊറാർജി ദേശായി ആണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നത്. ആ സമയത്തെ പ്രസിഡന്റ് ആരായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡിയാണ്. നിലവിൽ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം 12-ലാണ്. ആർട്ടിക്കിൾ ഏതാണ്? 300A ആണ്. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 12-ആണ്. ആർട്ടിക്കിൾ 300A ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ എ, അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. മൗലിക അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 3 ആണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. മൗലിക അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 3-ഉം ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുമാണ്. നിലവിൽ ഭരണഘടന ഉറപ്പ് നൽകുന്നത് 6 തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ്. എത്രയാണ്? 6 തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് നിലവിൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലിക അവകാശമാണ്. എന്താണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട? ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1927 മദ്രാസ് സമ്മേളനമാണ്. 1927 മദ്രാസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? MA അൻസാരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി. ആൻസർ ഓപ്ഷൻ ഡി, സൊരൺ സിംഗ് കമ്മിറ്റി. ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുന്നത് സൊരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? 4A ആണ്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 4A-യും ആർട്ടിക്കിൾ 51A-യുമാണ്. നിലവിൽ ഭരണഘടനയിൽ 11 മൗലിക കടമകളാണ് ഉള്ളത്. നിലവിൽ ഭരണഘടനയിൽ എത്ര മൗലിക കടമകളാണ് ഉള്ളത്? 11 ആണ്. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ആ സമയത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. കേന്ദ്ര നിയമമന്ത്രി HR ഗോഖലെ ആയിരുന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്, കേന്ദ്ര നിയമമന്ത്രി HR ഗോഖലെ. അടുത്ത ക്വസ്റ്റ്യൻ,
ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ബി രാഷ്ട്രപതി. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോക്സഭ സ്പീക്കറാണ്. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭ സ്പീക്കറാണ്. സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 108 സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 108. അടുത്ത ക്വസ്റ്റ്യൻ, 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ തൃശൂർ. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് തൃശൂരിലാണ്. അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? കെ കേളപ്പനാണ്. ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു. ഐക്യ കേരള കൺവെൻഷനിൽ ഐക്യ കേരളം എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഇ മൊയ്തു മൗലവിയാണ്. പ്രമേയം അവതരിപ്പിച്ചത് ഇ മൊയ്തു മൗലവിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. 1836 സമത്വ സമാജം സ്ഥാപിതമായത്. എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രം എന്ന സ്ഥലത്താണ്. 1836 കന്യാകുമാരിയിലെ ശുചീന്ദ്രം എന്ന സ്ഥലത്താണ് വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് സമത്വ സമാജത്തെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ആധിപത്യത്തിന് എതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ആൻസർ ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഏത് വർഷമാണ് നടന്നത്? 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാണ്? 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് തദ്ദേശീയരായ ജനങ്ങൾ പിടിച്ചടക്കിയ കോട്ട ഏതാണ്? അഞ്ചുതെങ്ങ് കോട്ടയാണ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് തദ്ദേശീയരായ ജനങ്ങൾ പിടിച്ചെടുത്ത കോട്ട ഏതാണ്? അഞ്ചുതെങ്ങ് കോട്ടയാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? ഗിഫോർഡ് ആണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. എവിടെ നിന്നെത്തിയ ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരിയിൽ നിന്നുള്ള സൈന്യമാണ്. തലശ്ശേരിയിൽ നിന്നെത്തിയ ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി? ആൻസർ ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി? ആൻസർ ഓപ്ഷൻ എ ഗൗരി പാർവതി ബായ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ബായ്. തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജന്റ് ആരായിരുന്നു? റാണി ഗൗരി പാർവതി ബായ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി 1998 G20 രൂപീകരിക്കപ്പെട്ടത് എന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. G20 നിലവിൽ വന്ന വർഷം എന്നാണ്? 1999. 1999 G20 രൂപീകരിക്കപ്പെട്ടത്. ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീല്.
G20 സ്ഥിരമായ ആസ്ഥാനം ഇല്ല. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. G20 സ്ഥിരമായ ആസ്ഥാനം ഇല്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 2025 G20 ഉച്ചകോടിക്ക് വേദിയായത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹനാസ്ബർഗ് ആണ്. 2025 20ാമത് G20 ഉച്ചകോടിക്ക് വേദിയായത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹനാസ്ബർഗ് ആണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ G20 ഉച്ചകോടിയായിരുന്നു 2025. ന്യൂനപക്ഷമായ വെള്ളക്കാർക്കെതിരെയുള്ള പീഡനം ആരോപിച്ചുകൊണ്ട് അമേരിക്ക 2025 G20 ഉച്ചകോടി ബഹിഷ്കരിച്ചിരുന്നു. 2025 പ്രമേയം എന്തായിരുന്നു? ഏകത, സമത്വം, സുസ്ഥിരത എന്നതായിരുന്നു 2025 G20 ഉച്ചകോടിയുടെ പ്രമേയം. ഏകത, സമത്വം, സുസ്ഥിരത എന്നതായിരുന്നു 2025 പ്രമേയം. 2026 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അമേരിക്കയിലെ മിയാമി ആണ്. 2026 G20 ഉച്ചകോടിയുടെ വേദി അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള മിയാമി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി, കണ്ണൂർ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂരാണ്. ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. ഏതൊക്കെയാണ്? പത്തനംതിട്ട, പാലക്കാട്, വയനാട്, ഇടുക്കി, കോട്ടയം. കേരളത്തിൽ കടൽ തീരമില്ലാത്തത് 5 ജില്ലകൾക്കാണ്. ഏതൊക്കെയാണ്? പാലക്കാട്, പത്തനംതിട്ട, വയനാട്, ഇടുക്കി, കോട്ടയം. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര്? ആൻസർ ഓപ്ഷൻ ബി, പോറ്റി ശ്രീരാമലു. 1953 രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലിയാണ്. മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? മലയാളിയായ സർദാർ KM പണിക്കറും HN ഗുൻസ്രുവുമാണ്. 1953 രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? സർദാർ KM പണിക്കറും HN ഗുൻസ്രുവുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി, 1, 2, 3. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ ഏതൊക്കെയാണ്? ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. എന്തൊക്കെയാണ്? ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. അടുത്ത ക്വസ്റ്റ്യൻ, 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. 2ാം ലോക മഹായുദ്ധത്തിലെ 2 പ്രധാന സൈനിക ചേരികളായിരുന്നു അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും. അച്ചുതണ്ട് ശക്തികൾ ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു? ജർമ്മനി, ജപ്പാൻ, ഇറ്റലി. സഖ്യശക്തികളിൽ ഉൾപ്പെട്ടത് ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങളാണ്. സഖ്യശക്തികൾ ഏതൊക്കെയാണ്? ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന. അച്ചുതണ്ട് ശക്തികൾ ജർമ്മനി, ജപ്പാൻ, ഇറ്റലി. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ആൻസർ ഓപ്ഷൻ എ, സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന്റെ ആസൂത്രണ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്?
1950 മാർച്ച് 15 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവായിരുന്നു. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു, ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. 2014 ഓഗസ്റ്റ് 17 ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കിയത്. 2014 ഓഗസ്റ്റ് 17 ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കി. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്നതാണ് നീതി ആയോഗ്. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? 2015 ജനുവരി 1. അടുത്ത ക്വസ്റ്റ്യൻ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര്? ആൻസർ ഓപ്ഷൻ ബി, APJ അബ്ദുൾ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൾ കലാം ആണ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ടെസ്സി തോമസ് ആണ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസ്സി തോമസ് ആണ്. ടെസ്സി തോമസിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ആലപ്പുഴയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത? ആൻസർ ഓപ്ഷൻ ബി, ജിലുമോൾ മാരിയറ്റ് തോമസ്. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ് ജിലുമോൾ മാരിയറ്റ് തോമസ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക്